എന്നാൽ നമ്മുടെ മേൽ ചുമത്തപ്പെട്ട പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ മറ്റൊരു വഴി അന്വേഷിച്ചവനാണ് നമ്മുടെ പിതാവായ ദൈവം. മറ്റൊരു വഴി അന്വേഷിച്ചു. പാപികളെ നീതീകരിക്കണമെങ്കിൽ നീതിയുള്ള ഒരുത്തന്റെ മേൽ നമ്മുടെ ശിക്ഷ ചുമത്തണം. പിതാവായ ദൈവം തിരഞ്ഞപ്പോൾ കണ്ടെത്തിയ നീതിയുടെ ഉറവിടം ഒരുവൻ മാത്രമേ ഉള്ളായിരുന്നു. അതവന്റെ പുത്രനായിരുന്നു. നീതിയാൽ നിറഞ്ഞ പുത്രൻ, പാപമില്ലാത്തവൻ, കളങ്കമില്ലാത്ത തന്റെ പുത്രൻ. എന്താ പിതാവ് ചെയ്തത്? നമ്മുടെ പാപത്തിന്റെ ശിക്ഷ പുത്രന്റെ മേൽ ചുമത്തി. ഇംപ്യൂട്ടേഷൻ ഓഫ് സിൻ. നമ്മുടെ പാപമെടുത്ത്, അതിന്റെ ശിക്ഷയെടുത്ത് അവന്റെ ചുമലിൽ മേൽ വെച്ചു. അവനിൽ നിറഞ്ഞു കിടക്കുന്ന നീതീകരണം അതെടുത്ത് നമ്മുടെ മേൽ ചൊരിഞ്ഞു. അങ്ങനെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു വഹിച്ചപ്പോൾ അവന്റെ മേൽ ചൊരിഞ്ഞ നീതീകരണത്താൽ നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി തീർന്നു. യോഗ്യരല്ലാത്ത നമ്മളെ യോഗ്യരെന്നെണ്ണി നമ്മളിൽ പകർന്ന, നമ്മളിൽ ഉണ്ടായിരുന്ന പാപത്തിന്റെ ശക്തിയെ, അതിന്റെ ആഴത്തെ, വേരൂന്നി നിന്ന ശക്തിയെ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറിച്ചെടുത്ത് കളയുവാൻ നമ്മളെ കുറിച്ച് താല്പര്യം തോന്നിയ പിതാവിന്റെ സ്നേഹത്തിന്റെ ആഴം അത് വെളിപ്പെട്ട സ്ഥലമാണ് കാൽവറി. അതിനുവേണ്ടി തലകുനിച്ച് നിന്നുകൊടുത്തവന്റെ പേരാ യേശു ക്രിസ്തു. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശക്തിയെ സ്വയം ഏറ്റെടുത്ത് നീതീകരണത്താൽ നമുക്ക് വിടുതൽ തന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ നമ്മുടെ പുത്രനായ യേശു ക്രിസ്തു മാത്രമാണ്. എന്താ? നീതീകരണത്തിന് വേണ്ടി ക്രൂശിലെ പീഡാനുഭവത്തിലേക്ക് അവൻ തള്ളപ്പെട്ടു. കുറ്റമില്ലാതിരുന്നിട്ടും ലോകത്തിലെ ഹീനനായ കുറ്റവാളിയെ പോലെ നമ്മുടെ കർത്താവിനെ ലോകം കൈകാര്യം ചെയ്തു. രാജാതി രാജാവായിരുന്നിട്ടും ഒരാദരവും നമ്മുടെ കർത്താവിന് ലഭിച്ചില്ല. ലോകം മുഴുവൻ തന്റെ കാൽ കീഴാക്കുവാൻ അധികാരമുള്ളവനായിരുന്നിട്ടും ഒരു സുഖ സൗകര്യവും അനുഭവിക്കാതെ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാ യേശു ക്രിസ്തു. വിരൽ ഞൊടിച്ചാൽ ദൂത സൈന്യം അണിനിരത്തുവാൻ അവൻ കഴിവുള്ള ദൈവമായിട്ടും ഒറ്റപ്പെട്ടപ്പോഴും വേദന അനുഭവിച്ചപ്പോഴും ഒരു സഹായത്തിന് പോലും ആരെയും വിളിക്കാതെ നമ്മളെ നീതീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴമോർക്കുമ്പോൾ അവന്റെ പുറത്തടിച്ച ചാട്ടുവാറിന്റെ അടിയുടെ ആഴം അളക്കുവാൻ ഒരു സ്കെയിലിനും കഴിയത്തില്ലായിരുന്നു. ഒരു സ്കെയിലിനും കഴിയത്തില്ലായിരുന്നു. അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോൾ തെറിച്ച തുപ്പലിന്റെ അംശം, അതിന്റെ ആഴം അടർത്തിയെടുക്കുവാൻ ആരും അവിടെ ഇല്ലായിരുന്നു. ഒരു കർച്ചീഫെങ്കിലും നീട്ടിക്കൊടുത്ത് തുടച്ചു മാറ്റാൻ പറയാൻ ആരും അവന്റെ ഇല്ലായിരുന്നു. അവന്റെ കരണത്ത് മാറി മാറി അടിച്ചപ്പോഴും അവൻ നിന്നുകൊടുത്ത് സഹിച്ചവനാണ്. എങ്ങനെ നമുക്ക് സ്തോത്രം പറയാതിരിക്കുവാൻ കഴിയോ? സഹിച്ചതോർത്താൽ എങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയോ? സഹിച്ചതോർത്താൽ എങ്ങനെ കണ്ണ് നിറയാതിരിക്കും? അങ്ങനെ നീതീകരിച്ചെടുത്തപ്പെട്ട എനിക്കും നമുക്കും വേണ്ടി സ്വർഗം ചൊരിഞ്ഞ ശക്തിയായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ നീതീകരിക്കപ്പെട്ട നമ്മളെ പിടിച്ചു നിർത്തുവാനുള്ള ദൈവത്തിന്റെ ശക്തിയായിരുന്നു പരിശുദ്ധാത്മാവ്. The mighty power from heaven. ഉയരത്തിനുള്ള അത്യന്തിക ശക്തി. ഇന്ന് രാവിലെ കഴിച്ച മരുന്നിന്റെ ശക്തിയല്ല, ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ആഹാരത്തിന്റെ ശക്തിയല്ല, ഇന്നലെ കലക്കി കുടിച്ച ടോണിക്കിന്റെ ശക്തിയല്ല, തളർന്ന മൺകൂടാരത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ശക്തിയുടെ പേരാ പരിശുദ്ധാത്മ ശക്തി.